ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് വയേർഡ് ലാനിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ലാൻ നോക്കാം. എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN ഈസ് എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് അലൗസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ഈച്ച് അതർ ഇൻ എ ലിമിറ്റഡ് ജോഗ്രഫിക് ഏരിയ. ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ജോഗ്രഫിക് ഏരിയ, ചിലൊരു ഓഫീസിലെല്ലാം ഉണ്ടാകുന്ന ഒരു ഡിവൈസസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. LAN are dominated by 4 architectures: Ethernet, Token Bus, Token Ring and FTDI. LANൽ വരുന്ന 4 architectures ആണിത്. Ethernet, Token Bus and Token Ring are standards of the IEEE and are part of its Project 802. ഈ ഈതർനെറ്റ്, ടോക്കൺ ബസ് ആൻഡ് ടോക്കൺ റിംഗ് എന്ന് പറയുന്നത് IEEE എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ 802 പാർട്ടാണ്. ആൻഡ് FDDI എന്ന് പറഞ്ഞാൽ ANSI സ്റ്റാൻഡേർഡിൻ്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താ പ്രൊജക്റ്റ് 802 നോക്കാം. IEEEൻ്റെ ഒരു പ്രൊജക്റ്റാണ്, ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. പ്രൊജക്റ്റ് 802 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ദ IEEE started a project called Project 802 to set standards to enable കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അതൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു പ്രൊജക്റ്റ് 802ൻ്റെ IEEEൻ്റെ ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് 802, അത് മാത്രം ഓർത്താൽ മതി. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ദ റിലേഷൻഷിപ്പ് ഓഫ് IEEE പ്രൊജക്റ്റ് 802 ടു ദി OSI മോഡൽ ഈസ് ഷോൺ ഇൻ ഫിഗർ 12.1. 802വും അതേപോലെ IEEEൻ്റെ 802വും OSI മോഡലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. The IEEE has subdivided the data link layer into 2 sublayers: logical link control LLC and medium access control MAC. ഈ IEEE എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ ഈ ഒരു ഡാറ്റ ലിങ്ക് ലെയറില്ലേ, ഡാറ്റ ലിങ്ക് ലെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ ലിങ്ക് കൺട്രോളും അതേപോലെ മാക്കും ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ. ഇതിൽ ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ലോജിക്കൽ ലിങ്ക് കൺട്രോളും മീഡിയ ആക്സസ് കൺട്രോളും. ഓക്കെ, നമുക്ക് അത് അത്രയും ആ ഒരു ഫിഗർ അത്രയും മതി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് 802ൻ്റെ ഫിഗർ നോക്കാം. അതിൽ 802.1 എന്ന് പറഞ്ഞാൽ ഇന്ത്യ നെറ്റ്വർക്കിംഗ് ആണ്, 2 എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആണ്, 0.3 എന്ന് പറഞ്ഞാൽ CSMA/CD ആണ്, 0.4 എന്ന് പറഞ്ഞാൽ ടോക്കൺ ബസ് ആണ്, 0.5 എന്ന് പറഞ്ഞാൽ ടോക്കൺ റിംഗ് ആണ്. ഇതിലുള്ള ഓരോന്നും ഏത് ലെയറാണ് OSIയിൽ വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ലെയറിൽ വരുന്നത് ഇന്ത്യൻ നെറ്റ്വർക്കിംഗ് ആണ്, ഡാറ്റ ലിങ്കിൽ വരുന്നത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആണ്, ഫിസിക്കലിൽ വരുന്നതാണ് അവസാനത്തെ 3 അപ്പോൾ നമുക്കിതിൽ ഇന്ത്യൻ നെറ്റ്വർക്കിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 802.1. IEEE 802.1 ഈസ് എ സെക്ഷൻ ഓഫ് പ്രൊജക്റ്റ് 802 ഡിവോട്ടഡ് ടു ഇന്ത്യൻ നെറ്റ്വർക്കിംഗ് ഇഷ്യൂസ് ഇൻ LANs ആൻഡ് MANs. ലാനിലും മാനിലും വരുന്ന ഇന്ത്യൻ നെറ്റ്വർക്കിംഗ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 802.1, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ 802.1 ഇന്ത്യൻ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്നത്. അതിലത്രയും നോക്കിയാൽ മതി. നെക്സ്റ്റ് LLC, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്താണെന്ന് നോക്കാം. ഈ LLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ലിങ്ക് സബ് ലെയറിൻ്റെ അപ്പർ ലെയറായിട്ട് വരുന്ന ലെയറാണ് LLC. The IEEE Project 802 model takes the structure of an HDLC frame and divides it into two sets of functions. 802 പ്രൊജക്റ്റ് 802 നമ്മുടെ HDLC, നമ്മൾ മുന്നേ സിങ്ക്രണസിൽ പഠിച്ചിട്ടുള്ളതാണ്. HDLC എന്ന് പറഞ്ഞ പ്രോട്ടോക്കോൾ ആ ഒരു ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഫങ്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 സെറ്റ് ഓഫ് ഫങ്ഷൻസ് ആക്കിയിട്ട്. അതിൽ 1 സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻസ് എൻഡ് യൂസർ പോർഷൻ ഓഫ് ദ ഫ്രെയിം. എൻഡ് യൂസർ പോർഷനാണ് വെച്ചാൽ ലോജിക്കൽ അഡ്രസ്സ് ആവാം, കൺട്രോൾ ഇൻഫർമേഷൻസ് ആവാം, ഡാറ്റ ആവാം, അങ്ങനെ ഏതും ആവാം. അതാണ് എൻഡ് യൂസർ പോർഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ മാക്കിലാണ് പറയുന്നത്. The second set of function, the medium access control sublayer resolves the contention for the shared medium. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയ ആക്സസ് കൺട്രോൾ ഷെയർഡ് മീഡിയ തമ്മിലുള്ള കണ്ടൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിസോൾവ് ചെയ്യുന്നുണ്ട്. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപിടി, ഫൈറ്റ്, തർക്കം, അതിനാണ് കണ്ടൻഷൻ എന്ന് പറഞ്ഞത്. ഡിവൈസസ് തമ്മിലൊരു കണ്ടൻഷൻ ഉണ്ടാവും ഷെയർഡ് മീഡിയയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാക്ക് റിസോൾവ് ചെയ്യുന്നുണ്ട്. ആ മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സബ് ലെയർ, ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ലോവർ സബ് ലെയർ ആയിട്ട് വരുന്നതാണ് മീഡിയ ആക്സസ് കൺട്രോൾ. അത് രണ്ടും ഓർത്ത് വെച്ചാൽ മതി. അത്രയും കാര്യങ്ങളാണ് LLCയിലും മാക്കിലും പറയുന്നത്. നെക്സ്റ്റ് 802.3 ഈതർനെറ്റ്. The most widely used high-speed LANs today are based on Ethernet. Most widely used ആയിട്ടുള്ളത് Ethernet ബേസ് ചെയ്തിട്ടാണ്. The Ethernet was developed in 1970s by അതൊന്നും വേണ്ട. The services and protocols specified in 802.3 map to the lower 2 layers, data link and physical, of 7-layer OSI networking reference model. The IEEE 802.3 splits the OSI data link layer into 2 sublayers named logical link control and media access control. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. LLCൻ്റെയും മാക്കിനെ പറ്റിയിട്ടാണ് ആ 2 പാരഗ്രാഫ് പറയുന്നത്. LLC നെക്സ്റ്റ് പാരഗ്രാഫിൽ മീഡിയ ആക്സസ് കൺട്രോൾ, അത് വേണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്.
നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് the IEEE 802.3 Ethernet defines several physical layer implementations. ഇതിൽ several physical layer implementationsനെ പറ്റി പറയുന്നുണ്ട്. അതിൽ വരുന്ന 4 എണ്ണമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. 10/5, 10/2, 10/T ആൻഡ് 10/F. 10/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് ഈതർനെറ്റ് ആണ്, അല്ലെങ്കിൽ തിക്ക് നെറ്റ് ആണ്. ആ നെയിം അങ്ങനെ വന്നതെന്ന് വെച്ചാൽ തിക്ക്, അതിൻ്റെ കേബിൾ ഭയങ്കര തിക്കായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഓക്കെ, 10/5 ആണ് ഇതിൽ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഈതർനെറ്റ് സ്പെസിഫിക്കേഷനാണ്. പക്ഷേ ബസ് ടോപ്പോളജിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 10/2, അത് തിന്നെറ്റാണ്, ചീപ്പർ നെറ്റ് എന്നും പറയും. ഇതും ബസ് ടോപ്പോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തിന്നറാണ്, അതേപോലെ ഫ്ലെക്സിബിളും ആണ്. നെക്സ്റ്റ് 10/T, ഇത് ട്വിസ്റ്റഡ് പെയറാണ്. ഈ TF എന്നെല്ലാം പറയുന്നത് 5/2 എന്നെല്ലാം പറയുന്നത് ഏത് കേബിളിൻ്റെ ടൈപ്പാണ്, അല്ലെങ്കിൽ കേബിളിൻ്റെ ലെങ്ത് ആണ് യൂസ് ചെയ്യുന്നത്. ലെങ്ത്ത് പറയാൻ വേണ്ടിയിട്ടാണ് അത് ആ ഒരു നമ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. 10/T യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹബ്ബ് വെച്ചിട്ടാണ് സ്റ്റേഷൻസ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർ ടോപ്പോളജിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഹബ്ബ് വെച്ചിട്ടാണ് സ്റ്റാർ ടോപ്പോളജിയിൽ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് 10/F, fiber ethernet. Although there are several types of optical fiber 10 megabits per second ethernet, the most common is the 10/F. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ലെയറിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് 10/F ഫൈബർ ഒപ്റ്റിക്സിൻ്റെ. ഇതിലും സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈതർനെറ്റിൻ്റെ ആക്സസ് മെത്തേഡ്. ഈതർനെറ്റിൻ്റെ ആക്സസ് മെത്തേഡാണ് CSMA/CD. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് CSMA/CD എന്നത്. കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളീഷൻ ഡിറ്റക്ഷൻ, അതിനിയും പറയണ്ടല്ലോ. നെക്സ്റ്റ് ഈസ് ടോക്കൺ ബസ്. ടോക്കൺ ബസ് എന്ന് പറഞ്ഞാൽ 802.4 ആണ്. ഇറ്റ് കമ്പൈൻസ് ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഈതർനെറ്റിൻ്റെയും ടോക്കൺ റിങ്ങിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്യുകയാണ് ഈ ടോക്കൺ ബസ് ചെയ്യുന്നത്. ഈതർനെറ്റിൻ്റെ ഫിസിക്കൽ കോൺഫിഗറേഷനും അതേപോലെ ടോക്കൺ റിങ്ങിൻ്റെ കൊളീഷൻ ഫ്രീ ഫീച്ചറുമാണ് ഈ ടോക്കൺ ബസ് എന്ത് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എഴുതുന്നത് വായിക്കാം. കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈതർനെറ്റ് ആൻഡ് ടോക്കൺ റിംഗ്. ഇറ്റ് കമ്പൈൻസ് ദ ഫിസിക്കൽ കോൺഫിഗറേഷൻ ഓഫ് ഈതർനെറ്റ് ആൻഡ് ദ കൊളീഷൻ ഫ്രീ ഫീച്ചർ ഓഫ് ടോക്കൺ റിംഗ്. ടോക്കൺ ബസ് ഇസ് എ ഫിസിക്കൽ ബസ് ദാറ്റ് ഓപ്പറേറ്റ് ആസ് എ ലോജിക്കൽ റിംഗ് യൂസിങ് ടോക്കൺസ്. ഈ ടോക്കൺ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ബസ്സാണ് യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, ഒരു റിങ്ങിലൂടെയാണ്, ഒരു റിംഗ് ആണ് അവിടെ ഉണ്ടാവുക, ആ റിങ്ങിലാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. ഈ ടോക്കൺസ് എല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റേഷൻസ് ആർ ലോജിക്കലി ഓർഗനൈസ്ഡ് ഇൻ ടു റിംഗ്. സ്റ്റേഷൻസ് റിംഗ് ആയിട്ട് ഓർഗനൈസ് ചെയ്യും. എ ടോക്കൺ ഈസ് പാസ്ഡ് എമംഗ് ദ സ്റ്റേഷൻസ്. ഇഫ് എ സ്റ്റേഷൻ വോണ്ട് ടു സെൻഡ് ഡാറ്റ ഇറ്റ് വെയിറ്റ് ആൻഡ് ക്യാപ്ചർ ദ ടോക്കൺ. ടോക്കൺ എന്ത് ചെയ്യും, എല്ലാ സ്റ്റേഷൻസിലൂടെ ഇങ്ങനെ പോകും. ആർക്കെങ്കിലും ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ടോക്കണിനെ ക്യാപ്ചർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടോക്കൺ റിംഗ്. 802.5 ആണ്. ചുരുക്കി പറഞ്ഞുതരാം എന്താണ്. നമ്മൾ CSMA/CD കുറേ കൊളീഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് ഉണ്ട്, കൊളീഷൻസ് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, കൊളീഷൻ ഇല്ലാണ്ട് നിൽക്കില്ല. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്ത് അതിനൊരു ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോക്കൺ റിംഗ് യൂസ് ചെയ്യുന്നത്. ടോക്കൺ റിംഗ് റിസോൾവ്സ് ദിസ് അൺസർട്ടനിറ്റി ബൈ റിക്വയറിംഗ് ദാറ്റ് സ്റ്റേഷൻസ് ടേക്ക് ടേൺ സെൻഡിങ് ഡാറ്റ. ഇതിൽ സ്റ്റേഷൻസിന് അവരുടെ ടേൺ ഉണ്ടാവും. ആ ടേണിലാണ് സ്റ്റേഷൻ ഡാറ്റ സെൻഡ് ചെയ്യുക. അവരുടെ ടേണിൽ അവരൊരു ഡാറ്റ മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ. ഈച്ച് സ്റ്റേഷൻ മേ ട്രാൻസ്മിറ്റ് ഓൺലി ഡ്യൂറിങ് ഇറ്റ്സ് ടേൺ ആൻഡ് മേ സെൻഡ് ഓൺലി 1 ഫ്രെയിം ഡ്യൂറിങ് ഈച്ച് ടേൺ. ഓരോ ടേണിലും ഒരു ഡാറ്റ മാത്രം സെൻഡ് ചെയ്യും. ദ മെക്കാനിസം ദാറ്റ് കോർഡിനേറ്റ്സ് ദിസ് റൊട്ടേഷൻ ഈസ് കോൾഡ് ടോക്കൺ പാസിംഗ്. ആ ഒരു റൊട്ടേഷനെ പറയുന്ന പേരാണ്. എല്ലാ സ്റ്റേഷനിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അവരുടെ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിയുന്ന വരെ. അപ്പോൾ ആ ഒരു റൊട്ടേഷനെ പറയുന്ന പേരാണ് ടോക്കൺ പാസിംഗ്. ഈ ടോക്കൺ റിങ്ങിൻ്റെ ആക്സസ് മെത്തേഡാണ് ടോക്കൺ പാസിംഗ്. ഇനി എന്താ ടോക്കൺ പാസിംഗ് എന്ന് നോക്കാം. ടോക്കൺ പാസിംഗ് ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. വെനെവർ ദ നെറ്റ്വർക്ക് ഈസ് അൺഓക്യുപ്പൈഡ് ഇറ്റ് സർക്കുലേറ്റ്സ് എ സിമ്പിൾ 3 ബൈറ്റ് ടോക്കൺ. ഇവിടെ ഒരു സിമ്പിൾ 3 ബൈറ്റ് ടോക്കൺ ആണ് പാസ് ചെയ്യുന്നത്, എല്ലാ സ്റ്റേഷനിലൂടെ ഇങ്ങനെ കറങ്ങുന്നത്. ദിസ് ടോക്കൺ ഈസ് പാസ്ഡ് ഫ്രം NIC to NIC ഇൻ സീക്വൻസ് അണ്ടിൽ ഇറ്റ് എൻകൗണ്ടേഴ്സ് എ സ്റ്റേഷൻ വിത്ത് ഡാറ്റ ടു സെൻഡ്. എല്ലാ സ്റ്റേഷനിലൂടെയും ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആർക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് അവരാണ് അതിനെ ക്യാപ്ചർ ചെയ്യുക. ദാറ്റ് സ്റ്റേഷൻ വെയിറ്റ്സ് ഫോർ ദ ടോക്കൺ ടു എൻ്റർ ഇറ്റ്സ് നെറ്റ്വർക്ക് ബോർഡ്. ഇഫ് ദ ടോക്കൺ ഈസ് ഫ്രീ ദ സ്റ്റേഷൻ മേ then send a data frame. It keeps the token and sends a bit inside its NIC as a reminder that it has done so, then sends its one data frame. അത് നോക്കണ്ട, നെക്സ്റ്റ് പാരഗ്രാഫിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അത് എഴുതിയാൽ മതി. ഈ ഒരു പാരഗ്രാഫിൽ 3 ബൈറ്റ് ടോക്കൺ വരെ എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് സർക്കുലേറ്റ്സ് എ സിമ്പിൾ 3 ബൈറ്റ് ടോക്കൺ ഇല്ലേ, അതുവരെ എഴുതിയാൽ മതി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ദിസ് ഡാറ്റ ഫ്രെയിം പ്രൊസീഡ്സ് അറൗണ്ട് ദ റിംഗ് ബീങ് റീജനറേറ്റഡ് ബൈ ഈച്ച് സ്റ്റേഷൻ. Each intermediate station examines the destination address, finds that the frame is addressed to another station and relays it to its neighbor.
ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടോക്കൺ ഇങ്ങനെ ആ ഒരു സ്റ്റേഷനിലൂടെ കറങ്ങും. അപ്പോൾ ആർക്കാണോ ആ ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളത് അവരെന്ത് ചെയ്യും, ആ ഡാറ്റ ആ ഒരു ടോക്കൺ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ഡെസ്റ്റിനേഷൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് അവർ ആ സെൻഡർ ട്രാൻസ്ഫർ ചെയ്യും. അതിലൂടെ ഡാറ്റ പാസ് ചെയ്യും. അപ്പോൾ ഡാറ്റ പാസ് ചെയ്യുന്ന ടൈമിൽ എല്ലാ സ്റ്റേഷൻസിലൂടെയും കറങ്ങിയിട്ടില്ലേ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേഷനും എന്ത് ചെയ്യും, അവരുടെ അഡ്രസ്സാണോ എന്ന് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് അത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ആൻഡ് destination address examine ചെയ്യും. Finds that the frame is addressed to another station and relates to a neighbor. The intended recipient recognizes its own address, copies the message, check for errors and change 4 bits in the last byte of the frame to indicate address recognized and for frame copied. ആ ഒരു ഇൻറ്റൻറ്റഡ് റെസിപ്പിയൻറ്റിന് ആ ഒരു ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന്, ഡെസ്റ്റിനേഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കിട്ടിയ മെസ്സേജ് കോപ്പി ചെയ്യും. എന്നിട്ട് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അതിലുള്ള ഒരു 4 ബിറ്റ്സ് ലാസ്റ്റ് വരുന്ന കുറേ ബിറ്റ്സ് ഉണ്ടാവും. അതിൽ 4 ബിറ്റ്സ് എന്ത് ചെയ്യും, ഈ റെസിപ്പിയൻ്റെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യും. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫ്രെയിം കോപ്പി ചെയ്തിട്ടുണ്ട് ആൻഡ് അഡ്രസ്സ് റെക്കഗ്നൈസ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് അത് എത്തിയിട്ടുള്ളത്. ആ ഒരു മെസ്സേജ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് സോഴ്സ് സെൻറ്റർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഡെസ്റ്റിനേഷൻ അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കാം. ദ ഫുൾ പാക്കറ്റ് ദെൻ കണ്ടിന്യൂസ് അറൗണ്ട് ദ റിംഗ് അണ്ടിൽ ഇറ്റ് റിട്ടേൺസ് ടു ദ സ്റ്റേഷൻ ദാറ്റ് സെൻഡ് ഇറ്റ്. ആ കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യും, ആ സെൻറ്ററിന് അയച്ച ഡാറ്റ റിസീവർക്ക് കിട്ടി. ആ റിസീവർ എന്ത് ചെയ്യും, അത് കോപ്പി ചെയ്തിട്ട് ആ സെയിം ഡാറ്റ പിന്നെയും ആ റിങ്ങിലേക്ക് ഇടും. എവിടത്തേക്കാണ് അത് പോകേണ്ടത്, ആ അയച്ച ആൾക്ക് തന്നെ, സെൻറ്ററിലേക്ക് തന്നെയാണ് ആ ഡാറ്റ പോകേണ്ടത്. ഓക്കെ. The sender receives the frame and recognizes itself in the source address field. It then examines the address recognized bits. ആ സെൻറ്റർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഡാറ്റ സെൻറ്റർ അയച്ച ഡാറ്റ സെൻറ്റർക്ക് തന്നെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അഡ്രസ് റെക്കഗ്നൈസ്ഡ് ബിറ്റ് എക്സാമിൻ ചെയ്യും. ഇഫ് ദേ ആർ സെറ്റ് ഇറ്റ് നോസ് ദ ഫ്രെയിം വാസ് റിസീവ്ഡ്. അത് കറക്റ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും ആ ഡാറ്റ കറക്റ്റ്ലി ഡെലിവേർഡായി. അത് ഒരു അക്നോളജ്മെൻറ്റ് അയക്കുന്നില്ല, അതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡാറ്റ കറക്റ്റ്ലി ഡെലിവേർഡായി, അത് കോപ്പി ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റർ എന്ത് ചെയ്യും, ആ ഡാറ്റ ഡിസ്ട്രോയ് ചെയ്യും. വെറുതെ സേവ് ചെയ്ത് വെച്ചാൽ മെമ്മറി കളയണ്ടല്ലോ. അപ്പോൾ ദ സെൻറ്റർ ദെൻ ഡിസ്കാർഡ്സ് എ യൂസ്ഡ് ഡാറ്റ ഫ്രെയിം ആൻഡ് റിലീസസ് എ ടോക്കൺ ബാക്ക് ടു ദ റിംഗ്. അങ്ങനെ ആ ഡാറ്റ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ബാക്ക് ടു ദ റിങ്ങിൽ കൊടുക്കും. നെക്സ്റ്റ് അതിൻ്റെ ഫിഗറാണ് പറയുന്നത്. ABCD എന്ന് പറഞ്ഞ 4 സ്റ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഫിഗറിൽ പറഞ്ഞ ടോക്കൺ ഈസ് ട്രാവലിംഗ് അലോങ് ദ റിംഗ്. സെക്കൻഡിൽ സ്റ്റേഷൻ A ക്യാപ്ചേഴ്സ് എ ടോക്കൺ ആൻഡ് സെൻസ് ഇറ്റ് ഡാറ്റ ടു ഡിയിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യും. C പറയുന്നത് സ്റ്റേഷൻ D കോപ്പീസ് ദ ഫ്രെയിം ആൻഡ് സെൻസ് ദ ഡാറ്റ ബാക്ക് ടു ദ റിംഗ്. സ്റ്റേഷൻ D ആ ഒരു മെസ്സേജ് കോപ്പി ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഡാറ്റ ആ റിങ്ങിൽ കൊടുത്തു. ആൻഡ് സ്റ്റേഷൻ A റിസീവ്സ് ദ ഫ്രെയിം ആൻഡ് റിലീസസ് എ ടോക്കൺ. ആ സ്റ്റേഷൻ A അവരയച്ച ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് ആ ടോക്കൺ റിലീസ് ചെയ്യും. അത്രയാണ് IEEE സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. നെക്സ്റ്റ് FDDI, അത് ANSI ഉണ്ട്, അതേപോലെ ISO സ്റ്റാൻഡേർഡിലും കൂടെ വരുന്നുണ്ട്. FDDI ഈസ് എ സെറ്റ് ഓഫ് ANSI ആൻഡ് ISO സ്റ്റാൻഡേർഡ്സ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ ഓൺ ഫൈബർ ഒപ്റ്റിക് ലൈൻസ് ഇൻ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ദാറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ഇൻ റേഞ്ച് അപ് ടു 200 കിലോമീറ്റർ. ഇത് 200 കിലോമീറ്റർ വരെ FDDI കിട്ടും. ഈ FDDI എന്ന് പറഞ്ഞാൽ ഫൈബറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫൈബർ എന്ന് പറഞ്ഞത് ആ ഒരു പേര് വന്നത്. പിന്നെ അത് ഓൾസോ ലേറ്റസ്റ്റ് സ്പെസിഫൈഡ് ടു യൂസ് കോപ്പർ കേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിന് CDDI എന്ന് പറഞ്ഞ പേര് വന്നു. പിന്നെ അത് ട്വിസ്റ്റഡ് പെയർ യൂസ് ചെയ്തുകൊണ്ട് അത് TPDDI എന്ന് പറഞ്ഞ പേരും വന്നു. ആ 2 പാരഗ്രാഫ് എഴുതിയാൽ മതി. നെക്സ്റ്റ് FDDIയിൽ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. ഡാറ്റ ഫ്രെയിമിൻ്റെ ഫിഗർ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ ആണ്. SD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡെലിമീറ്റർ 8 ബിറ്റ് ആണ്. FC എന്ന് പറഞ്ഞാൽ ഫ്രെയിം കൺട്രോൾ 8 ബിറ്റ് ആണ്. DA ഡെസ്റ്റിനേഷൻ അഡ്രസ് 48 ബിറ്റ്. SA സോഴ്സ് അഡ്രസ് 48 ബിറ്റ്. ഇത് പേരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണേ. ആ പേര് മാത്രം അതിൻ്റെ കൂടെ ആ ഒരു ബിറ്റും നോക്കണേ. ആ ഒരു ഡാറ്റ ഫ്രെയിം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. PD എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് ആണ്. FCS എന്ന് പറഞ്ഞാൽ ഫ്രെയിം ചെക്ക് സീക്വൻസ്. ED എന്ന് പറഞ്ഞാൽ എൻഡ് ഡെലിമീറ്റർ. FS എന്ന് പറഞ്ഞാൽ ഫ്രെയിം സ്റ്റാറ്റസ്. FDDI was effectively made obsolete in local networks by fast Ethernet, which offered the same 100 megabits per speed. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നോക്കണം. പിന്നെ അതേപോലെ ഈ ഒരു FDDIയും 802.3യും 802.5 തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡിഫറൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വേണ്ടുന്ന കുറച്ച് ഒരു 5-6 എണ്ണം എഴുതിയാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
അതൊന്ന് എഴുതണം. പിന്നെ ഈ FDDA ഒരു കാര്യം കൂടെ പറയുന്നത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. FDDA 2 ടോക്കൺ റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 1 ഫോർ പോസിബിൾ ബാക്കപ്പിന് വേണ്ടിയിട്ടും പ്രൈമറി റിംഗ് ഫെയിലായി കഴിഞ്ഞാൽ ഒരു ഫിഗറിൽ കാണാം പ്രൈമറി റിങ്ങും സെക്കൻഡറി റിങ്ങും. ഇതിൽ പ്രൈമറി റിംഗ് ഫെയിലായി കഴിഞ്ഞാൽ ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ടോക്കൺ റിംഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രൈമറി റിംഗ് 100 Mbps കപ്പാസിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സെക്കൻഡറി റിംഗ് നമ്മൾ ബാക്കപ്പിന് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഡാറ്റ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് വയേർഡ് ലാനിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വയേർഡ് ലാൻ.